നമസ്കാരം. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി യുവതിയുടെ ദുരൂഹ മരണവും കുംഭമേളയിലൂടെ ശ്രദ്ധേയായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ കാണാതാകലും പത്തനംതിട്ടയിലെ എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിനെ ചുറ്റിപ്പറ്റിയുള്ള ബാലപീഡന ആരോപണങ്ങളും സമീപകാലത്ത് കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ച സംഭവങ്ങളാണ് ഇവ. ഈ വിഷയങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും സ്വീകരിച്ച നിലപാടുകളെ ചോദ്യം ചെയ്തുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ നിരവധി അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഉയരുന്നുണ്ട്. അത്തരത്തിൽ രഞ്ജിത്ത് വിശ്വനാഥ് മേച്ചേരി എന്ന ആൾ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പോസ്റ്റുകൾ പങ്കുവയ്ക്കാറുണ്ട്. സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ആണ്. വിവിധ സംഭവങ്ങളെ ബന്ധിപ്പിച്ച് ഇരട്ടത്താപ്പും രാഷ്ട്രീയ മൗനവും ആരോപിക്കുന്ന അദ്ദേഹത്തിന്റെ വാദങ്ങളാണ് പോസ്റ്റിന്റെ പ്രധാന ഉള്ളടക്കം. ആ ഫേസ്ബുക്ക് കുറിപ്പ് നമുക്കൊന്ന് വായിക്കാം. ഉസ്ബെക്കിസ്ഥാനിൽ കൊല്ലപ്പെട്ട ഹരിപ്പാട് സ്വദേശിനിയായ യുവതിയുടെ മൃതദേഹത്തിന്റെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വെച്ച് നടത്തിയ റീപോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷം കമ്മികളും കൊങ്ങികളും മാപ്രകളും ആ വിഷയത്തിൽ നിന്നും പതിയെ പിൻവാങ്ങി. അതിൽ തന്നെയുണ്ട് അതൊരു ലവ് ജിഹാദ് കൊലപാതകമാണെന്നത്. ഈ കൊലപാതകത്തെക്കുറിച്ച് ഇനി കൂടുതൽ ചർച്ചിച്ചാൽ ലാപ്ടോപ്പ് കൊണ്ട് വെറുതെ തലക്കടി മാത്രമല്ല ആ മത തീവ്രവാദിയിൽ നിന്ന് ആ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നതെന്നും അതിന്റെ പിറകിൽ പ്രണയ നൈരാശ്യമല്ല കാരണമെന്നതും നാട്ടാരറിയും. അത് തങ്ങളുടെ അന്നദാതാക്കൾക്കൊരു ക്ഷീണമാണ് എന്നതുമാണ് അവരുടെ ഈ പിന്മാറ്റത്തിന്റെ കാരണം. ഇതിന്റെ ബാക്കി പത്രമാണ് പ്രായപൂർത്തിയാവാത്ത കുംഭമേള താരത്തിന്റെ വിവാഹ കേസും. തനിക്കെതിരെ വലിയ രീതിയിലുള്ള വിദ്വേഷ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ടെന്നും ജീവന് ഭീഷണിയുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് കുംഭമേളയിലൂടെ താരമായി മാറിയിട്ടുള്ള പെൺകുട്ടി കഴിഞ്ഞ മാസം പോലീസ് സംരക്ഷണം തേടിയത്. അങ്ങനെ കേരള പോലീസിനോട് പെൺകുട്ടിക്ക് പ്രത്യേക സംരക്ഷണം നൽകാൻ ഹൈക്കോടതി കഴിഞ്ഞ മാസം ഉത്തരവിടുകയും ചെയ്തു. എന്നാൽ പെൺകുട്ടിയെ കാണാനില്ലെന്നും കോടതിയിൽ നൽകിയ വിലാസത്തിലോ ഫോൺ നമ്പറിലോ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ലെന്നും പെൺകുട്ടിയെ തങ്ങൾക്ക് ഇതുവരെ കണ്ടുകിട്ടിയില്ല എന്നുമായിരുന്നു കഴിഞ്ഞ ദിവസം കേരള സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. ഇക്കാര്യത്തിൽ തനിക്ക് നിലവിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ലെന്നായിരുന്നു പെൺകുട്ടിയുടെ അഭിഭാഷകനും കോടതിയിൽ വ്യക്തമാക്കിയത്. അതായത് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെക്കുറിച്ച് കേരള പോലീസിനോ കേരള സർക്കാരിനോ പെൺകുട്ടിയുടെ വക്കീലിനോ പോലും വ്യക്തമായ അറിവില്ല. എന്നിട്ടും കേരള പോലീസിന്റെ സംരക്ഷണത്തിൽ വിട്ട പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ ഒരു മാസമായി കാണാനില്ലാത്തതിനെക്കുറിച്ച് മാതാപിതാക്കളുടെ വാക്കുകൾക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ആ പെൺകുട്ടിയുടെ കല്യാണം അന്യമതത്തിൽപ്പെട്ടൊരാൾക്ക് നടത്തിക്കൊടുത്ത കമ്മികളോ കേരളം പോലീസിനെ ഇപ്പോൾ ഭരിക്കുന്ന കൊങ്ങികളോ മിണ്ടുന്നത് കാണുന്നുണ്ടോ? ഇതുപോലെ മറ്റൊന്നാണ് പത്തനംതിട്ട ഓമല്ലൂരിലെ എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിൽ 17 വയസ്സുകാരനായ ആൺകുട്ടിയെ പാസ്റ്ററും ജീവനക്കാരും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച വിഷയം. പഠന സഹായവും പുനരധിവാസവും വാഗ്ദാനം ചെയ്ത് താമസിപ്പിച്ച കുട്ടിയെ കൊണ്ട് നിർബന്ധിത ജോലി ചെയ്യിപ്പിക്കുകയും മോഷണക്കുറ്റം ആരോപിച്ച് ക്രൂരമായി മർദ്ദിച്ചു എന്നുമായിരുന്നു വിഷയം. തന്റെ കഴുത്തിന് പിന്നിലും കാൽവെള്ളയിലും നടുവിനും അടിക്കുകയും തല കട്ടിലിൽ ഇടിപ്പിക്കുകയും ചെയ്തതായി കുട്ടി തന്നെ മൊഴി നൽകിയിട്ടുള്ളതാണ്. പത്തനംതിട്ട CWC നടത്തിയ അന്വേഷണത്തിൽ ഇവിടെ താമസിപ്പിച്ചിരുന്ന മറ്റു കുട്ടികൾക്കും സമാനമായ പീഡനങ്ങളും ചൂഷണങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. അന്തേവാസികൾക്ക് ആവശ്യത്തിന് ഭക്ഷണം നൽകാതിരിക്കുക, കുട്ടികളെ കൊണ്ട് കഠിനമായി ജോലി ചെയ്യിക്കുക തുടങ്ങിയ ഗുരുതരമായ വീഴ്ചകൾ അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്ന് എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിന്റെ കീഴിലുള്ള സ്നേഹത്തണൽ വയോജന കേന്ദ്രത്തിന്റെ അംഗീകാരം സാമൂഹിക നീതി വകുപ്പ് താൽക്കാലികമായി റദ്ദാക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ സംഭവത്തിൽ സ്ഥാപനത്തിന്റെ പാസ്റ്റർ ബിനു വാഴമുട്ടം, മാനേജർ, ജീവനക്കാർ എന്നിവർക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും ഭാരതീയ ന്യായ സംഹിത പ്രകാരവും പോലീസ് കേസെടുത്തിരുന്നു. അതേ സമയത്ത് തന്നെയാണ് ഇതേ സ്ഥാപനത്തിൽ കഴിഞ്ഞിരുന്ന മറ്റൊരു 15 വയസ്സുകാരൻ കൂടി തനിക്ക് മർദ്ദനമേറ്റതായി പരാതി നൽകിയത്. തുടർന്ന് പോലീസ് പ്രതികൾക്കെതിരെ മറ്റൊരു പ്രത്യേക കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ വിഷയം പുറത്തു വന്ന് 1 മാസമാവാനായിട്ടും ബിനു വാഴമുട്ടത്തെ അറസ്റ്റ് ചെയ്യാൻ കേരള പോലീസിനായിട്ടില്ല. താൻ ഒളിവിലല്ല എന്ന് ഇതേ ബിനു പാസ്റ്റർ തന്നെ പറയുകയും ചെയ്തിരുന്നു. അതിനിടയ്ക്ക് കുട്ടികൾ നേരിട്ട പീഡന വിവരം പുറത്തു പറഞ്ഞ ഒരു മുൻ ജീവനക്കാരിയെ അതേ ബിനു ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയ പരാതിയും പുതുതായി വന്നു. എന്നിട്ടും ബിനു പാസ്റ്ററെ അറസ്റ്റ് ചെയ്യാത്തതിനെ കുറിച്ച് കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രിയോട് ഇന്ന് ചോദിച്ചപ്പോഴും ഈ വിഷയത്തെക്കുറിച്ച് അറിയില്ല, പഠിച്ചിട്ട് പറയാം എന്ന നിലപാടിലായിരുന്നു. കമ്മികൾക്കും കൊങ്ങികളും കേരളം മാപ്രകൾക്കും ആണെങ്കിൽ ഈ വിഷയത്തിൽ ലെവലേശം താല്പര്യവുമില്ല. എന്നാൽ ഇതെങ്ങാനും ഏതെങ്കിലും ഹൈന്ദവനെതിരെയോ ഹൈന്ദവ സ്ഥാപനങ്ങൾക്കെതിരെയോ ആയിരുന്നെങ്കിൽ കാണായിരുന്നു ഇതേ കമ്മികളും കൊങ്ങികളുടെയും മാപ്രകളും പോരാട്ട വീര്യവും. കർണാടക ധർമ്മസ്ഥല തന്നെ ഉദാഹരണമായി എടുക്കാലോ.
എന്തായിരുന്നു അന്ന് ഇവറ്റകളുടെ പ്രകടനം? പിന്നെ ഇങ്ങ് കേരളത്തിലെ നോക്കിയാൽ അമൃത ആശുപത്രിയിലെ ഇല്ലാത്ത 5-ാം നമ്പർ ICU ബെഡും അതിൽ പീഡനമേറ്റ് കിടക്കുന്ന പെൺകുട്ടിയുടെ കഥയും അമൃത ആശ്രമത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച ഗെയിൽ ട്രെഡ്വെൽമായി ഇന്റർവ്യൂവിന് വേണ്ടി ബ്രിട്ടാസ് ന്യൂയോർക്കിലേക്ക് നടത്തിയ യാത്രയും നമ്മൾ കണ്ടതാണല്ലോ. എന്തിനേറെ പറയുന്നു, സന്തോഷ് മാധവൻ വിഷയം വന്നപ്പോൾ കേരളം ഒട്ടുക്കുമുള്ള സന്യാസിമാരെയും ആശ്രമങ്ങൾക്കെതിരെയും ആക്രമണവുമായി വന്ന കമ്മികളെയും മറന്നു കാണാൻ വഴിയില്ലല്ലോ. ഇങ്ങനെയാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. സാമൂഹികവും മതപരവും രാഷ്ട്രീയപരവുമായ വിഷയങ്ങൾ ഉയരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വാദങ്ങളും പ്രതിവാദങ്ങളും സ്വാഭാവികമായി ഉയർന്നു വരാറുണ്ട്. എന്നാൽ ഇത്തരം ഗുരുതരമായ ആരോപണങ്ങളിലും കേസുകളിലും അന്തിമ നിഗമനങ്ങളിൽ എത്തേണ്ടത് കോടതികളും അന്വേഷണ ഏജൻസികളും പുറത്തുവിടുന്ന തെളിവുകളുടെയും റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിലായിരിക്കണം. അതേസമയം രഞ്ജിത്ത് വിശ്വനാഥ് മേച്ചേരി ഉന്നയിച്ച ചോദ്യങ്ങളും വിമർശനങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. അതേസമയം മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. സാവരിയുടെ മരണം സംഭവിച്ച ഉസ്ബെക്കിസ്ഥാനിലെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികളെ എത്തിക്കാൻ പ്രത്യേകം ഏജൻസി ഉണ്ടെന്ന്. സാവരിയ ഉസ്ബെക്കിസ്ഥാനിൽ പോയത് തിരുവല്ലയിലെ ഏജൻസിയായ ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി വഴിയാണെന്നും ഹിന്ദു ഐക്യവേദി നേതാവ് KP ശശികല ടീച്ചർ വാർത്താസമ്മേളനത്തിൽ പറയുന്നു. ഇബ്നു സീന ബുഖാറ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ബുഖാറ മെഡിക്കൽ കോളേജ് എന്നിങ്ങനെ 3 സ്ഥാപനങ്ങളാണ് ഇത്തരത്തിൽ ഉസ്ബെക്കിസ്ഥാനിലേക്ക് കുട്ടികളെ എത്തിക്കുന്നത്. ഇബ്നു സീന ബുഖാറ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാൻ മുസ്ലിം ലീഗ് നേതാവ് പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങളാണ്. ഇവർ നൽകിയിരിക്കുന്ന പരസ്യത്തിൽ തങ്ങളുടെ ചിത്രമടക്കമാണ് നൽകിയിരിക്കുന്നതെന്നും ശശികല ടീച്ചർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. പഠനശേഷം ജർമ്മനിയിൽ പ്രാക്ടീസ് ചെയ്യാൻ അവസരം, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ധാർമ്മിക ചുറ്റുപാടിൽ ഇൽമ ഹോസ്റ്റലുകൾ എന്നിങ്ങനെയാണ് പരസ്യത്തിൽ പറയുന്ന വാഗ്ദാനങ്ങൾ. എന്നാൽ കൊല്ലപ്പെട്ട സാവരിയുടെ ബന്ധുക്കൾ പറഞ്ഞത് ഉസ്ബെക്കിസ്ഥാനിൽ സാവരിയ താമസിച്ചിരുന്ന ഹോസ്റ്റലിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടായിരുന്നുവെന്നാണ്. മാതാപിതാക്കളെയും കുട്ടികളെയും പറഞ്ഞ് കബളിപ്പിച്ചാണ് മെഡിക്കൽ പഠനത്തിന്റെ പേരിൽ മറ്റു രാജ്യങ്ങളിൽ എത്തിച്ചത്. ഇതിന്റെ പിന്നിൽ മതപരിവർത്തനമായിരുന്നോ ലക്ഷ്യമെന്നാണ് സംശയമെന്നും ശശികല ടീച്ചർ പറയുന്നു. ഈ വിഷയങ്ങളിൽ ഇനി എന്തെല്ലാം വിവരങ്ങളാണ് പുറത്തുവരിക എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം കൂടുതൽ വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.